നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിവിധ ഷോറൂമുകളിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി തൃത്താല ഊരത്തൊടയിൽ അബ്ദുള്ള ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ തട്ടിമാറ്റി ഇറങ്ങിയോടി. സ്റ്റേഷന് മുന്നിൽ കാത്തുകിടന്നിരുന്ന കാറിൽ പ്രതി രക്ഷപ്പെട്ടു. പിടിക്കാനെത്തിയ പോലീസുകാരനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമം. സംസ്ഥാനത്ത് 7201 പേർക്ക് കോവിഡ്, 7120 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 864 പേർക്ക് കൂടി കോവിഡ്, 423 പേർ രോഗമുക്തരായി. ഗുരുവായൂരിൽ 27 പേർക്കും കണ്ടാണശ്ശേരിയിൽ 24 പേർക്കും രോഗം. ചാവക്കാട് മേഖലയിൽ പോലീസുകാരൻ ഉൾപ്പെടെ 15 പേർക്ക് കോവിഡ്. ബ്രഹ്മകുളത്ത് പശുവിനെ കുളിപ്പിക്കാനിറങ്ങവെ കുളത്തിൽ കുഴഞ്ഞു വീണ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. മരിച്ചത് ഗുരുവായൂർ ബ്രഹ്മകുളം സ്വദേശി 70 വയസ്സുള്ള അശോകൻ. പെലക്കാട്ടുപയ്യൂരിൽ വയോധികൻ കിണറ്റിൽ വീണു മരിച്ചു. മരിച്ചത് സൂര്യഗ്രാമം വെള്ളറ താനിക്കൽ വീട്ടിൽ ജോർജ്. വിശദമായ വാർത്തയിലേക്ക്. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് 7201 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1668ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6316 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 728 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 61 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 7120 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 83261 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 3,95,624 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 864 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 423 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10,109 തൃശൂർ സ്വദേശികളായ 101 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 45,832 35,376 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 840 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 7 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 11 പേർക്കും രോഗ ഉറവിടമറിയാത്ത 6 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 68 പുരുഷന്മാരും 53 സ്ത്രീകളും 10 വയസ്സിന് താഴെ 31 ആൺകുട്ടികളും 32 പെൺകുട്ടികളുമുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 87 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 17 പേർക്കും വിവിധ ആശുപത്രികളായി നടത്തിയ RT-PCR പരിശോധനയിൽ 10 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂക്കോട് സോണിൽ 18ഉം അർബൻ സോണിൽ 2ഉം തൈക്കാട് സോണിൽ 7 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനത്തെ തുടർന്ന് നഗരസഭയിലെ 43, 39 എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 24 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന ആന്റിജൻ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 11ാം വാർഡിൽ 23 വയസ്സുള്ള സ്ത്രീ, 5ാം വാർഡിൽ 82, 52, 25 വയസ്സുള്ള സ്ത്രീകൾ, 3 വയസ്സുള്ള ആൺകുട്ടി, 6ാം വാർഡിൽ 56 വയസ്സുള്ള പുരുഷൻ, 20, 73, 61, 29, 24 വയസ്സുള്ള സ്ത്രീകൾ, 6ാം വാർഡിൽ 53, 24, 21, 25, 23, 20 വയസ്സുള്ള പുരുഷന്മാർ, 16 വയസ്സുള്ള ആൺകുട്ടി, 50, 59, 49 വയസ്സുള്ള സ്ത്രീകൾ, 14ാം വാർഡിൽ 41 വയസ്സുള്ള പുരുഷൻ, വാർഡ് 2ൽ 23 വയസ്സുള്ള സ്ത്രീ, 16ാം വാർഡിൽ 46 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 142 പേർക്കാണ് ശനിയാഴ്ച ആന്റിജൻ പരിശോധന നടത്തിയത്. പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ ചാവക്കാട് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 15 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് നഗരസഭയിലെ 11 പേർ, 2 പൂക്കോട് സ്വദേശികൾ, 1 ഗുരുവായൂർ സ്വദേശി എന്നിവരാണ് കോവിഡ് സ്ഥിരീകരിച്ച മറ്റുള്ളവർ. ആകെ 59 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി.
ചൂണ്ടൽ പഞ്ചായത്തിൽ ശനിയാഴ്ച 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചിറനല്ലൂരിൽ 30 വയസ്സുള്ള സ്ത്രീ, 40 വയസ്സുള്ള പുരുഷൻ, പയ്യൂരിൽ 39 വയസ്സുള്ള പുരുഷൻ, 60 വയസ്സുള്ള സ്ത്രീ, മണലിയിൽ 50 വയസ്സുള്ള പുരുഷൻ, 45 വയസ്സുള്ള സ്ത്രീ, പാറന്നൂരിൽ 58 വയസ്സുള്ള പുരുഷൻ, കുനമുച്ചിയിൽ 70 വയസ്സുള്ള പുരുഷൻ, ചൂണ്ടലിൽ 19 വയസ്സുള്ള പുരുഷൻ, മഴുവഞ്ചേരിയിൽ 30 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട 50 പേർക്ക് അക്കിക്കാവ് TMVHS സ്കൂളിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 10 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായത്. പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ 4 പേർക്കും, 3-ാം വാർഡിൽ 2 പേർക്കും, 7-ാം വാർഡിൽ 2 പേർക്കും, 12, 18 വാർഡുകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വടക്കേക്കാട് CHCയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ ഒരാൾക്കും വയലത്തൂർ, നായരങ്ങാടി എന്നിവിടങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായത്. 102 പേർക്കാണ് പരിശോധന നടത്തിയത്. CHC സൂപ്രണ്ട് അനിൽ പിഷാരടി, ഹെൽത്ത് സൂപ്പർവൈസർ രാജു, ഡോക്ടർ രേഖ, ഡോക്ടർ ടിങ്കിൽ, വടക്കേക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ, ഹെഡ് നഴ്സ് അജിത എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കുന്നംകുളത്ത് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3-ാം വാർഡ് കീഴൂർ നോർത്തിൽ 20 വയസ്സുള്ള സ്ത്രീ, 60 വയസ്സുള്ള പുരുഷൻ, 12 വയസ്സുള്ള പെൺകുട്ടി, 16 വയസ്സുള്ള ആൺകുട്ടി, 6-ാം വാർഡ് നടുപ്പന്തിയിൽ 36 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 60 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി പോലീസിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് എരുമപ്പെട്ടി സ്റ്റേഷനിലെ 34 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫലം നെഗറ്റീവാണെന്ന് കണ്ടെത്തിയത്. സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരന് ഒരാഴ്ച മുമ്പ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. പഴവൂർ സ്വദേശിയായ ജീവനക്കാരനും ഭാര്യയും തലക്കൂട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ ചികിത്സാ കേന്ദ്രത്തിലാണ്. ഇദ്ദേഹത്തിന്റെ സമ്പർക്കത്തെ തുടർന്നാണ് ഇൻസ്പെക്ടർ KK ഭൂപേഷ്, SI സനൽകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. വെള്ളിയാഴ്ച വരവൂരിൽ നടന്ന ക്യാമ്പിൽ SI അബ്ദുൾ ഹക്കീം ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇവരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ഇതോടെ സ്റ്റേഷനിലെ 38 പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫലം നെഗറ്റീവായി. അതേസമയം സ്കൂളിൽ നടത്തിയ 154 പേരുടെ പരിശോധനയിൽ 8 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ഇതിൽ ഒരാൾ റിവേഴ്സ് പോസിറ്റീവാണ്. ഇവർ ഉൾപ്പെടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി 18 പേർക്ക് ശനിയാഴ്ച കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കോവിഡ് ബാധിച്ച മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിമുക്ത ഭടൻ മരിച്ചു. തെക്കേപ്പുറം തലേക്കര സുഗതനാണ് മരിച്ചത്. 75 വയസ്സാണ്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കുന്നംകുളം വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. സുധാദേവി ഭാര്യയും സൂരജ്, സുരേഖ എന്നിവർ മക്കളുമാണ്. വേലൂരിൽ കോവിഡ് ബാധിച്ച് മരിച്ച വയോധികരുടെ സംസ്കാര ചടങ്ങിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 13-ാം വാർഡിൽ വെള്ളാറ്റഞ്ഞൂർ എഴുത്തുപുരയ്ക്കൽ കറപ്പൻ മകൻ ശങ്കരൻ 88 വയസ്സ്, ഭാര്യ അമ്മിണി 77 വയസ്സ് എന്നിവരാണ് കോവിഡ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. ഇവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഡിവൈഎഫ്ഐ വെള്ളാറ്റഞ്ഞൂർ മേഖല കമ്മിറ്റിക്ക് കീഴിലെ തോന്നല്ലൂർ, പാത്രമംഗലം, തണ്ടിലം യൂണിറ്റുകളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽ TB, അഖിൽ AK, ജഗൻ PS എന്നിവരാണ് പ്രോട്ടോകോൾ പ്രകാരം PPE കിറ്റ് ധരിച്ച് മൃതദേഹം സംസ്കരിക്കാൻ സന്നദ്ധരായത്. CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ, ലോക്കൽ കമ്മിറ്റി അംഗം CF ജോയ്, ബ്രാഞ്ച് സെക്രട്ടറി പ്രദീപ് വെള്ളാറ്റഞ്ഞൂർ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം 100 ദിവസം പിന്നിടുന്നു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രം ജില്ലയിലെ മികച്ച ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലൊന്നായി മാറി. 100 ദിവസത്തിനുള്ളിൽ 4000 രോഗികളെയാണ് ഇവിടെ ചികിത്സിച്ചത്. 3200 പേർ രോഗവിമുക്തരായി. വേലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. 90 ആരോഗ്യ പ്രവർത്തകരുടെ സേവനത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചികിത്സാ കേന്ദ്രം സജ്ജമാക്കുന്നതിന് വേണ്ടി 30 സന്നദ്ധ വളണ്ടിയർമാരുടെയും സേവനം തുടക്കത്തിൽ പ്രയോജനപ്പെടുത്തിയിരുന്നു. വേലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീതിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CC സെബിൻ, പഞ്ചായത്ത് നോഡൽ ഓഫീസർ സിദ്ധാർത്ഥൻ, സ്റ്റാഫ് നഴ്സ് ഇൻചാർജ് അൽഫോൺസ, ഫാർമസിസ്റ്റ് CS ധന്യ എന്നിവർ സ്ഥിരം സേവനം നൽകി വരുന്നുണ്ട്. ചികിത്സയിലും ഭക്ഷണം നൽകുന്നതിലും പരാതിക്കേട് നൽകാതെയാണ് വേലൂരിലെ കോവിഡ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. CFLTC വിദ്യ തുടങ്ങിയിട്ട് ഇന്ന് 100 ദിവസം തികയുകയാണ്. കഴിഞ്ഞ 100 ദിവസം ഇവിടെ ഏകദേശം 4000 പേഷ്യൻസ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഏകദേശം 3700ഓളം പേഷ്യൻസ് ഡിസ്ചാർജായി വീട്ടിൽ സുഖം പ്രാപിച്ച് പോവുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 3 മാസക്കാലമായി ഇവിടെ സ്റ്റാഫുകളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്
വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു CFLTC ആണ് ഈ CFLTC വിദ്യ. ഇതിൽ സ്റ്റാഫുകളുടെ സഹകരണം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ NRHMന്റെ സ്റ്റാഫുകളും പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകളും അതേപോലെ തന്നെ നമ്മുടെ DHSന്റെ കീഴിലുള്ള സ്റ്റാഫുകളുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. CCTV ന്യൂസ് വേലൂർ. കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കുന്നംകുളം നഗരസഭയുടെ ആദരം. നഗരസഭാ പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ PM സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീത ശശി, സുമ ഗംഗാധരൻ, KK ആനന്ദൻ, മിഷ സെബാസ്റ്റ്യൻ, സെക്രട്ടറി B അനിൽകുമാർ, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഡോക്ടർ പ്രിയ, ഡോക്ടർ പ്രീതി, ഡോക്ടർ ലൈജു വിജയൻ, ആർത്താറ്റ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ, പൊർക്കളേങ്ങാട് UFHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹസീന എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ഇനി നാട്ടങ്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പോർക്കുളം പഞ്ചായത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇക്കുറി LDF പോരിനിറങ്ങുന്നത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ UDFും സീറ്റുകൾ നേടാൻ തന്നെ BJPയും കച്ചമുറുക്കുമ്പോൾ അതിശക്തമായ മത്സരമാണ് ഇക്കുറി പോർക്കുളത്ത് നടക്കുക. പ്രാദേശിക രാഷ്ട്രീയ പോർക്കളമാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ LDF UDF മുന്നണികൾ ഇഞ്ചോടിഞ്ച് മത്സരിച്ച പഞ്ചായത്താണ് പോർക്കുളം. 13-അംഗ ഭരണസമിതിയിൽ 7 സീറ്റ് നേടി LDF അധികാരത്തിലെത്തിയപ്പോൾ 6 സീറ്റ് നേടി കോൺഗ്രസും ശക്തി തെളിയിച്ചു. ചില സീറ്റുകളിലെങ്കിലും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച BJPയും സജീവമായി രംഗത്തുണ്ട്. പരിചയസമ്പന്നരായ നേതാക്കളെ അണിനിരത്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF മത്സരിച്ചത്. ഇത്തവണ പുതുമുഖങ്ങൾക്കും അവസരം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം. ഭരണമികവിൽ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. ശക്തമായ മത്സരത്തിനൊടുവിൽ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഓരോ വാർഡിലും വിജയസാധ്യതയുള്ളവരെ നിർത്താനാണ് ശ്രമം. താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കി ഭരണം പിടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ശക്തമായ മത്സരം കാഴ്ചവെച്ച് പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുന്നതോടൊപ്പം ഇരു മുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്താനുള്ള പരിശ്രമത്തിലാണ് BJP. 3 മുന്നണികളും അരയും തലയും മുറുക്കി പോർക്കളത്തിൽ ഇറങ്ങുന്നതോടെ പോർക്കുളത്ത് പോരിലെ അന്തിമ വിജയം പ്രവചനാതീതമാകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീടിന്റെ നികുതി വെട്ടിച്ചു എന്നാരോപിച്ച് വേലൂർ തണ്ടിലം 16-ാം വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ അമ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. PA ഗണേഷ്, ബിഷാദ്, രാജൻ പാങ്ങാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന കാലയളവിലാണ് പ്രസിഡന്റിന്റെ വീടിന്റെ വസ്തുനികുതി ഒഴിവാക്കിയത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വാർഡിലെ നിരവധി ചെറിയ വീടുകളുള്ളവർ ഇപ്പോഴും നികുതി അടയ്ക്കുമ്പോഴാണ് പ്രസിഡന്റ് സ്വന്തം വീടിന്റെ നികുതി ഒഴിവാക്കിയതെന്ന് ഇവർ പറഞ്ഞു. പ്രസിഡന്റിന്റെ വീട് നികുതി ഇല്ലാത്ത ചെറിയ വീടുകളുടെ ഗണത്തിൽപ്പെട്ടതല്ല എന്നും പഞ്ചായത്ത് ഇത് അളന്ന് തിട്ടപ്പെടുത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെയായ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്നും തീർത്തും തെറ്റിദ്ധാരണാജനകമാണെന്നും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ പറഞ്ഞു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 16-ാം വാർഡ് മെമ്പറും കൂടിയായ എനിക്കെതിരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലുടനീളം ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുകയാണ് ഉണ്ടായത്. നികുതി വെട്ടിച്ചു എന്നുള്ള ബോർഡുകളാണ് എല്ലായിടത്തും ഉള്ളത്. അത് എൻ്റെ വീടിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തിട്ടാണ് ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ട വീട്ടിലും നികുതി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് അവർ ഫോട്ടോ ഫ്ലക്സിൽ വെക്കുകയാണ് ഉണ്ടായത്. അവരുടെ പരാതിയും അതുപോലെ തന്നെ എൻ്റെ പരാതിയും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നൽകുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ആ പരാതിക്ക് അടിസ്ഥാനമായി എല്ലാ ബോർഡുകളും ഇന്ന് തന്നെ നീക്കം ചെയ്യാനും പൊതുവായി മാപ്പ് പറയാനും ആണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം. മറ്റു വാർത്തകളിലേക്ക്. അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിവിധ ഷോറൂമുകളിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി തൃത്താല ഊരത്തൊടിയിൽ അബ്ദുള്ള ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ തട്ടിമാറ്റി ഇറങ്ങിയോടി. സ്റ്റേഷന് മുന്നിൽ കാത്തുകിടന്നിരുന്ന കാറിൽ പ്രതി രക്ഷപ്പെട്ടു. പിടിക്കാനെത്തിയ പോലീസുകാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമം. ചാവക്കാട് സ്റ്റേഷനിലെ CPO 44 വയസ്സുള്ള നന്ദന് പരിക്കേറ്റു. പാലക്കാട് തൃത്താല ഊരത്തൊടിയിൽ 57 വയസ്സുള്ള അബ്ദുള്ളയാണ് രക്ഷപ്പെട്ടത്. വൈകിട്ട് 3:15 ചാവക്കാട് സ്റ്റേഷനിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്.
പണം തട്ടിയ 12 കേസുകളാണ് ചാവക്കാട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. ഇതിൽ ജാമ്യമെടുത്ത ഇയാളെ സ്റ്റേഷനകത്ത് നിർത്തി പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പ്രതി ചാടി ഓടിപ്പോയത്. കുന്നംകുളം സ്റ്റേഷനിലെ മറ്റൊരു കേസിൽ ഇയാൾക്ക് ജാമ്യമില്ലാ വാറന്റുണ്ട്. ഈ വിവരം മനസ്സിലാക്കിയ പ്രതി ഇറങ്ങിയോടുകയായിരുന്നു. നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പോലെ കറുത്ത കാർ സ്റ്റേഷന് മുന്നിലേക്ക് മെല്ലെ ഓടിച്ചു വരികയും ഡോർ തുറന്ന പ്രതി കാറിൽ കയറുകയും ചെയ്തു. അതേസമയം ഓടിയെത്തിയ പോലീസുകാരായ നന്ദൻ, ശരത്ത്, വിപിൻ എന്നിവർ കാർ തടയാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. കാറിന്റെ ഡോറിൽ പോലീസ് കയറി പിടിച്ചെങ്കിലും തുറന്ന ഡോറുമായി കാർ ഗുരുവായൂർ കുന്നംകുളം റോഡിലൂടെ ഓടിച്ചു പോവുകയായിരുന്നു. ഇതിനിടയിലാണ് നന്ദന് പരിക്കേറ്റത്. പ്രതിയെ പിടിക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ന്യൂസ്, ചാവക്കാട്. പശുവിനെ കുളിപ്പിക്കാനിറങ്ങവേ കുളത്തിൽ കുഴഞ്ഞു വീണ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം പഷ്ണിപ്പുര അത്തിക്കോട്ട് വീട്ടിൽ 70 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. അശോകൻ ദിവസവും പശുക്കളെ വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മേയാൻ വിടുമായിരുന്നു. പശുക്കളെ കഴുകി ഉച്ചയോടെ വീട്ടിലെത്താറായിരുന്നു പതിവ്. എത്താനുള്ള സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ കുളത്തിന് സമീപം തെരച്ചിൽ നടത്തുകയായിരുന്നു. ചെരുപ്പുകളും പശുവിനെയും കുളക്കരയിൽ കണ്ടതോടെ സംശയം തോന്നി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ SI AK രവിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വയോധികൻ കിണറ്റിൽ വീണു മരിച്ചു. പെലക്കാട്ടുപയർ സൂര്യഗ്രാമം വെള്ളറ താന്നിക്കൽ വീട്ടിൽ ജോർജാണ് മരിച്ചത്. 71 വയസ്സാണ്. കോവിഡ് നെഗറ്റീവായതിനെ തുടർന്ന് റിവേഴ്സ് ക്വാറന്റൈൻ പൂർത്തിയാക്കി 2ാം ദിവസമാണ് കിണറ്റിൽ വീണ് മരണം സംഭവിച്ചത്. രാവിലെ 11 മണിയോടെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് പോയതായിരുന്നു. അബദ്ധത്തിൽ കാൽ തെറ്റി വീഴുകയായിരുന്നു. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം കോവിഡ് പരിശോധനകൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറും. ഡോളി ജോർജ് ഭാര്യയും ജുഡീഷ്, ഗൈഡിഷ് എന്നിവർ മക്കളുമാണ്. മരുമക്കൾ സുമി, ഷെൽനി. മാരകമായ മയക്കുമരുന്നുമായി തോളൂർ സ്വദേശിയായ യുവാവ് പിടിയിൽ. 163 മില്ലിഗ്രാം MDMA-യുമായി തോളൂർ സ്വദേശിയായ വിഷ്ണുവിനെയാണ് എക്സൈസ് സംഘം മഴുവഞ്ചേരിയിൽ നിന്നും പിടികൂടിയത്. പുതുതലമുറക്കാർക്കിടയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന MDMA 1 ഗ്രാമിന് 10,000-ലേറെ വില വരുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്നും 2 പേരെ MDMA-യുമായി പിടികൂടിയിരുന്നു. മാരകമായ ഇത്തരം ലഹരി വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് വ്യക്തമല്ല. യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ കുന്നംകുളത്തെ എക്സൈസ് വിഭാഗം കാര്യമായ പരിശോധനകൾക്ക് മുതിരുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. റോഡിലെ കുഴിയിൽ ചാടി ബൈക്ക് മറിഞ്ഞ് യാത്രികയ്ക്ക് പരിക്ക്. പാറന്നൂർ ചെറുവത്തൂർ വീട്ടിൽ സക്കറിയയുടെ ഭാര്യ സിനിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടെ കൈപ്പറമ്പ് നൈൽ ആശുപത്രിക്കടുത്ത് വെച്ചായിരുന്നു അപകടം. റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ സിനിയെ കേച്ചേരി എക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ 3 ഹൈസ്കൂളുകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ അനുവദിച്ചു. മണ്ഡലത്തിലെ 3 ഗവൺമെന്റ് ഹൈസ്കൂളുകൾക്കാണ് കെട്ടിട നിർമ്മാണത്തിനായി ഓരോ കോടി രൂപ വീതം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചത്. ഗവൺമെന്റ് ഹൈസ്കൂൾ പഴഞ്ഞി, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ കുന്നംകുളം, ഗവൺമെന്റ് ഹൈസ്കൂൾ തയ്യൂർ എന്നീ 3 സ്കൂളുകളിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഓരോ സ്കൂളിലും 6 ക്ലാസ് മുറികൾ വീതം പുതിയതായി നിർമ്മിക്കാനാകും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനത്തിന്റെ ഭാഗമായി ഓൺലൈൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബദനി സ്കൂളിന്റെയും പരുമല ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓൺലൈൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്ററിലെ പ്രശസ്ത കൺസൾട്ടന്റും മെഡിക്കൽ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സുകേഷ് സി നായർ ക്ലാസിന് നേതൃത്വം നൽകി. ക്യാൻസർ സംബന്ധിയായ എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ മറുപടി നൽകി. ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നതുകൊണ്ട് തന്നെ മുതിർന്നു വരുന്ന ഇളം തലമുറയിൽ ക്യാൻസറിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക, എങ്ങനെ ക്യാൻസറിനെ തോൽപ്പിക്കാം, അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നിങ്ങനെയുള്ള ബോധവൽക്കരണം നൽകി ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സുകേഷ് ക്ലാസ്സിൽ പറഞ്ഞത്. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ്, സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ, അധ്യാപിക ലീന എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയായിരുന്നു ക്ലാസ്. CCTV ന്യൂസ്, കുന്നംകുളം. അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും കന്യക മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി.
വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടന്ന ചടങ്ങിൽ അഞ്ഞൂർ പള്ളി മുൻ വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ കൊടിയേറ്റം നടത്തി. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടായി. നവംബർ 15-നാണ് തിരുനാൾ. നവംബർ 6 മുതൽ 15 വരെ പള്ളിയിൽ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. തിരുനാൾ ദിനമായ നവംബർ 15 ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും 9-നും വിശുദ്ധ കുർബാനകൾ നടക്കും. രാവിലെ 10:30-ന് നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് വേലൂപ്പാടം പള്ളി വികാരി ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് സന്ദേശം നൽകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് തിരുകർമ്മങ്ങൾ നടക്കുകയെന്ന് വികാരി ഫാദർ സോളിത്തട്ടിൽ അറിയിച്ചു. കൈക്കാരന്മാരായ ജോസ് CA, OC ബാബു, VV ജോയ്, ജനറൽ കൺവീനർ വിൻസൺ KK എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ നഗരമധ്യത്തിലെ പൊതുകിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനപാലകരെത്തി രക്ഷപ്പെടുത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജാദേവന്റെ വീടിനോട് ചേർന്നുള്ള പൊതുകിണറ്റിലാണ് രാവിലെ 9:30-ഓടെ പന്നിയെ കണ്ടെത്തിയത്. ജനവാസ മേഖലയിൽ പന്നിയെത്തിയെന്ന് വിവരമറിഞ്ഞ നിരവധി പേരാണ് കാണാനെത്തിയത്. ചുറ്റും ആളുകളെ കണ്ടതോടെ 3 വയസ്സോളം പ്രായമുള്ള പന്നി കിണറ്റിൽ കിടന്ന മുക്രയിട്ട് പരാക്രമം തുടങ്ങി. ടെമ്പിൾ പോലീസും എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. വനപാലകർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആളുകളെ മാറ്റിയ ശേഷം വല ഉപയോഗിച്ച് പന്നിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. രാത്രിയിൽ 2 അടിയോളം ഉയരമുള്ള ആൾമറ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പന്നി കിണറ്റിൽ വീണതാകാമെന്ന് വനപാലകർ പറഞ്ഞു. വീടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായതിനാൽ കിണറ്റിൽ നിന്നെടുത്ത പന്നിയെ 50 മീറ്ററോളം ചുമന്ന് വടക്കേ ഔട്ടർ റിംഗ് റോഡിൽ വിടാൻ തീരുമാനിച്ചു. എന്നാൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ പന്നി ആക്രമിക്കാനും വാഹനങ്ങളിടിച്ച് ചാകാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് തുറന്നുവിടുകയായിരുന്നു. രാത്രിയിൽ പലപ്പോഴും നഗരമധ്യത്തിൽ കാട്ടുപന്നികളെയും മുള്ളൻപന്നികളെയും കാണാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ. OBC കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ R. ശങ്കറിന്റെ 48-ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ബ്ലോക്ക് ചെയർമാൻ പ്രദീപ് പൊടിയട ഉദ്ഘാടനം ചെയ്തു. വേലൂർ OBC മണ്ഡലം കമ്മിറ്റി അംഗം വിജിനിൽ അധ്യക്ഷനായി. കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് തിരുത്തിൽ, OBC അംഗങ്ങളായ പ്രമോദ് PG, സത്യൻ തണ്ടിലം, നിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ ദിവസത്തിനുമുണ്ട് ഓരോ പ്രത്യേകതകൾ. ദിനാചരണങ്ങൾക്ക് പ്രസക്തിയേറുന്നതുകൊണ്ട് തന്നെയാണ് പല ദിനാചരണങ്ങളുടെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുന്നതും. ഇന്ന് പുരുഷദിനം. ആണുങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ചില ധാരണകളുണ്ട്. ധൈര്യശാലികളാണ്, ചങ്കൂറ്റമുള്ളവരാണ്, കരയാത്തവരാണ് എന്നു തുടങ്ങിയുള്ള ചില പൊതുധാരണകൾ. പക്ഷേ എല്ലാവരും അക്കൂട്ടത്തിൽപ്പെട്ടവരാണോ? സംശയമേതുമില്ലാതെ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരുപക്ഷെ പുറമോടിക്കുള്ളിൽ വികാരവിചാരങ്ങളെ തളച്ചിടുന്നവർ, പുറത്ത് പ്രകടിപ്പിച്ചാൽ ആ പൊതുധാരണയ്ക്ക് കോട്ടം പറ്റും എന്ന് ചിന്തിക്കുന്നവർ, എല്ലാം മനസ്സിലൊതുക്കി ചുറ്റുമുള്ളവർക്ക് താങ്ങായി നിൽക്കുന്നവർ, സ്വയം ഉരുകുമ്പോഴും ആശ്രിതർക്ക് തണലാകുന്നവർ, കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അല്പം കണ്ണടയ്ക്കുന്നവർ. അങ്ങനെയുമുണ്ട് ഒരു കൂട്ടം പുരുഷന്മാർ. ചിലരാകട്ടെ ഉള്ളിൽ വരുന്ന ദേഷ്യത്തെ പ്രകടിപ്പിച്ച് സ്നേഹത്തെ ഒതുക്കിവെക്കുന്നവർ, സ്നേഹം പ്രകടിപ്പിച്ചാൽ തോറ്റുപോകുമോ എന്ന് ചിന്തിക്കുന്നവർ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മാധവിക്കുട്ടി ഇങ്ങനെ എഴുതിയത്: എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ എന്ന്. ഒരർത്ഥത്തിൽ പലപ്പോഴും പുരുഷന്മാർ അങ്ങനെയല്ലേ? എല്ലാം പ്രകടിപ്പിക്കാൻ അല്പം മടി കാട്ടുന്നവർ. യഥാർത്ഥത്തിൽ മനസ്സിൽ നന്മയും സ്നേഹവും കരുതലും കാരുണ്യവും ഒളിപ്പിച്ച് പുറമോടികളില്ലാതെ ജീവിക്കുന്നവരാണ് പുരുഷന്മാരിലേറെയും. എന്നിരുന്നാലും എല്ലാ പുരുഷഗണങ്ങളെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താനാവില്ലെന്നതും പ്രപഞ്ച സത്യം. പക്ഷേ പുരുഷദിനമായതിനാൽ പുരുഷ കഥാപാത്രങ്ങളുടെ നല്ല നടപ്പിനാണ് ഇന്നത്തെ പ്രാധാന്യം. മറ്റു ദിനങ്ങളെപ്പോലെ തന്നെ പുരുഷദിനത്തിനുമുണ്ട് പ്രത്യേകതകൾ. പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ആരോഗ്യം, ആൺപെൺ സൗഹൃദങ്ങൾ മെച്ചപ്പെടുത്തുക, ലിംഗസമത്വത്തിനു വേണ്ടി സംസാരിക്കുക, മാതൃകാ പുരുഷന്മാരെ ഉയർത്തിക്കാട്ടുക, പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും വിജയങ്ങളും നേട്ടങ്ങളും ആഘോഷിക്കുക എന്നിവയാണ് ഈ ദിനത്തെ പ്രസക്തമാക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്, CCTV.
പ്രധാനമന്ത്രിയുടെ ജനക്ഷേമകരമായ പദ്ധതികളിലൊന്നായ സുവിധ നാപ്കിൻ പദ്ധതിയുടെ പോർക്കുളം പഞ്ചായത്ത് തല പ്രചരണ ഉദ്ഘാടനം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത നിർവഹിച്ചു. BJP നിയോജക മണ്ഡലം സെക്രട്ടറി ഗീതാ മോഹനൻ, മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ, ജനറൽ സെക്രട്ടറി കുമാരി ജയൻ, രാധ KK, നിമിഷ, വിഗീഷ്, സൗമ്യ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ 2020 പോലീസ് മെഡലിന് അർഹനായ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസറായ A. ശ്രീകുമാറിനെ പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി തോമസ് N, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ മുനീർ കാശാമുക്ക്, മീഡിയ കോർഡിനേറ്റർ റഫീഖ് കടവലൂർ, പ്രവർത്തകൻ ഇസ്മായിൽ ചാലിശ്ശേരി, SI മാരായ NP സത്യൻ, K. ഗോപാലൻ, CPO കമാൽ, SCPO രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ മികച്ച ജനമൈത്രി ബീറ്റ് ഓഫീസർക്കുള്ള പുരസ്കാരവും A. ശ്രീകുമാറിന് ലഭിച്ചിട്ടുണ്ട്. 5.5 വർഷമായി ചാലിശ്ശേരിയിൽ സേവനം അനുഷ്ഠിക്കുന്നു. കൊല്ലം ചവറയിൽ അറവിനെഴുത്ത് തെക്കതിൽ വീട്ടിൽ പരേതനായ ആനന്ദൻ നായർ വിജയമ്മ ദമ്പതികളുടെ മകനാണ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ സലീൽ ഹസൻ എഴുതിയ 5ാമത്തെ പുസ്തകമായ അധ്യാപകരോട് ഇനിയും ചിലത് പ്രകാശനം ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംസ്ഥാന പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ ഓൺലൈൻ വഴി പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ അധ്യക്ഷത വഹിച്ചു. IECI ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ബദി ഉസ്മാൻ, ഡോക്ടർ ശശികുമാർ പുറമേരി, ഡോക്ടർ മിർസാദ് ഖാൻ, ഡോക്ടർ ദിനേശ് ബാബു, പ്രൊഫസർ മുകുന്ദൻ, PT കുഞ്ഞാലി, M. സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷൈനി ഹംസ സ്വാഗതവും ചന്ദ്രൻ OA നന്ദിയും പറഞ്ഞു. പാഴ്ചെടികൾ കോൾപ്പടവ് പമ്പിങ്ങിന് തടസ്സമാകുന്നു. കാട്ടകാമ്പാൽ മേഖലയിലെ കോൾപ്പടവുകളിലാണ് പാഴ്ചെടികൾ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നത്. പുഞ്ചകൃഷി തുടങ്ങാനായി പമ്പിംഗ് നടത്തുന്ന കോൾപ്പടവ് സംഘങ്ങൾക്ക് തോടുകളിലെ തടസ്സങ്ങൾ തിരിച്ചടിയാവുകയാണ്. നൂറടിത്തോട്ടിലും ഇടത്തോടുകളിലും പാഴ്ചെടികൾ നിറഞ്ഞതോടെ പമ്പ് ചെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. പാടശേഖരങ്ങളിലെ വെള്ളം ഇടത്തോടുകളിലൂടെ ഒഴുകി നൂറടിത്തോട്ടിലെത്തി പൊന്നാനി BM കെട്ടിലാണ് എത്തുന്നത്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വറ്റിച്ചാണ് കർഷകർ കൃഷിയിറക്കുന്നത്. തോട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകാത്തതിനാൽ പാടത്തെ വെള്ളം വളരെ കുറഞ്ഞ തോതിലാണ് വറ്റുന്നത്. 7 മീറ്ററോളം വീതിയുള്ള ഇടത്തോട് ഇപ്പോൾ പലയിടത്തും 1 മീറ്റർ പോലും വീതിയില്ല. പാഴ്ചെടികൾ വെട്ടിമാറ്റി കൃഷി ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന് വികാരി ഫാദർ MT തോമസ് കൊടിയേറ്റി. നവംബർ 13, 14 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. 13 വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. 14 രാവിലെ 8 മണിക്ക് കുർബാന, കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും ഉണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ MT തോമസ്, ട്രസ്റ്റി ഗോഡ്സൺ സക്കറിയ, സെക്രട്ടറി പ്രവീൺ ജോബ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. സിമന്റ് വില വർധനയ്ക്കെതിരെ ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്പെഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. ലെൻസ്പെഡ് ഏരിയ സെക്രട്ടറി PB കിഷോർ സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മധുസൂദനൻ, സുഹാസ് D. കോലഴി എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൂപ്മാർട്ട് ന്യായവില പച്ചക്കറി വിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് P. ഗോപാലൻ കോലയിൽ അബൂബക്കറിന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. സഹകരണ ബാങ്ക് പരിസരത്ത് തുടങ്ങിയ വിൽപ്പന കേന്ദ്രം എല്ലാ ബുധൻ, ശനി ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുക. സെക്രട്ടറി AK സതീഷ്, ഡയറക്ടർമാരായ ഭാസ്കരൻ, കൊറോത്തയിൽ മുഹമ്മദ് അലി, VM മുഹമ്മദ് അലി, യശോധര തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ലോക്ഡൌൺ കാലത്ത് വീടുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട മനുഷ്യരുടെ നേർചിത്രം വരച്ചു കാണിച്ച സ്വന്തം വീടിനോളം വരില്ല മറ്റൊന്നും എന്ന ഹ്രസ്വചിത്രത്തിന് പുരസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച മത്സരത്തിലാണ് PS സുദീപ് സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം മികച്ച 2ാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നാടുവിട്ട ജീവിതം കരുപിടിപ്പിക്കാനായി വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർ കോവിഡ് പിടിമുറുക്കിയതോടെ 4 ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടതോടെ ഉണ്ടായ മാനസികാവസ്ഥയാണ് ചിത്രം വരച്ചു കാണിച്ചത്. നിങ്ങൾ ഈ വർഷം വിഷുവിന് വരുന്നില്ലേ? വീട്ടിലേക്ക് നാട്ടിൽ വരുന്നില്ലേ? പറയണം ചക്കവരട്ടി അറിയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടാക്കിയ മക്കൾക്ക് അതൊക്കെ ഒന്ന് കാണാലോ. കഴിഞ്ഞ പോകാൻ പറ്റാത്ത അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോണം. മക്കള് നാട്ടിൽ പോണേന്റെ ഒരു ത്രില്ലില്ല.
പറക്കാട് സ്വദേശി തച്ചംകുളം പരമേശ്വരനും കുടുംബാംഗങ്ങളുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഭാര്യ വനജയും മകൾ പ്രവീജ, മരുമകൻ വിനീത് എന്നിവരുമായിരുന്നു മറ്റ് അഭിനേതാക്കൾ. രാജ്യം ലോക്ഡൌണിലായതോടെ പൂനെയിൽ താമസിക്കുന്ന മകൾക്കും മരുമകനും പേരക്കുട്ടികൾക്കും നാട്ടിലുള്ള അച്ഛനമ്മമാരുടെ അടുത്തെത്താനോ മാതാപിതാക്കൾക്ക് മക്കളെ കാണാൻ പോകുന്നതിനോ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയാണ് ഹ്രസ്വചിത്രത്തിന്റെ ഇതിവൃത്തം. സ്വാഭാവികമായ അഭിനയത്തിലൂടെയാണ് അഭിനേതാക്കളായ 4 പേരും ചിത്രത്തിൽ തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കിയത്. നാടും വീടും വിട്ട് നിൽക്കുന്നവരുടെ സങ്കടം ആർക്കാ മനസ്സിലാവുക? എല്ലാവരുടെയും ധാരണ ഞങ്ങളൊക്കെ വലിയ ഹാപ്പിയാണെന്നാണ്. നാടും വീടും വിട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ നഷ്ടവും സങ്കടമൊക്കെ മനസ്സിലാവും. സ്വന്തം നാടിനോളം വരില്ലച്ചാ. സമീപത്തെല്ലാം മനുഷ്യർ രോഗത്തിന്റെ പിടിയിലമരുകയും മരിച്ചു വീഴുകയും ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തിയാൽ മതിയെന്ന പ്രവാസികളുടെ മാനസിക നിലയാണ് സംവിധായകൻ ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പൂർണ്ണമായും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ചിത്രം ചിത്രീകരിച്ചത്. വേൾഡ് മലയാളി കൗൺസിലിന്റെ 1 ഫെസ്റ്റിവൽ യൂത്ത് വിഭാഗത്തിലാണ് ചിത്രത്തിന് 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ അംഗീകാരം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് പരമേശ്വരന്റെ കുടുംബാംഗങ്ങൾ. CCTV ന്യൂസ് കേച്ചേരി. അക്കിക്കാവ് പഴഞ്ഞി ഹൈടെക് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വഴിയരികിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ വീണ്ടും തുടങ്ങി. പൊതുമരാമത്തിന്റെ ലേല നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്കാണ് മരങ്ങൾ മുറിക്കുന്നത്. റോഡ് വികസനത്തിന് തടസ്സമായതും അപകടാവസ്ഥയിലുള്ളതുമായ 6ഓളം മരങ്ങൾ ഇനിയും മുറിക്കാൻ ബാക്കിയുണ്ട്. നിർമ്മാണത്തിന് തടസ്സമാകുന്നവയല്ലാത്ത അപകട ഭീഷണി ഉയർത്തുന്ന 9 മരങ്ങൾ മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് പൊതുമരാമത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേടുവന്ന മരങ്ങൾ ലേലത്തിനെടുക്കാൻ കരാറുകാർ മടിക്കുന്നുമുണ്ട്. മർച്ചന്റ് അസോസിയേഷൻ പുന്നയൂർക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സാനിറ്റൈസർ ആൽത്തറയിൽ പൊതുനിരത്തിൽ സ്ഥാപിച്ചു. ആൽത്തറ തെക്കേ ബസ് സ്റ്റോപ്പ് പരിസരത്ത് SIB ബാങ്കിനു താഴെയാണ് കാലുകൊണ്ട് അമർത്തി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സാനിറ്റൈസർ സ്ഥാപിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയും പുന്നയൂർക്കുളം യൂണിറ്റ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VK പ്രകാശൻ, ട്രഷറർ കൊറോത്തയിൽ അബ്ദുൾ ഷുക്കൂർ, സെക്രട്ടറിമാരായ AM മുഹമ്മദ് അലി, VG ബാലകൃഷ്ണൻ, CK ഷൺമുഖൻ, ജോഷി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ 120ാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ എൽദോ എം ജോയ് മഴുവഞ്ചേരി പറമ്പത്ത് കൊടിയേറ്റി. നവംബർ 13, 14 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. നവംബർ 13 വൈകിട്ട് 6 മണിക്ക് റാസ, തുടർന്ന് സന്ധ്യാപ്രാർത്ഥന. 14 രാവിലെ 8 വിശുദ്ധ കുർബാനയും പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും തുടർന്ന് ശ്ലൈഹിക വാഴ്വും ഉണ്ടാകും. പെരുന്നാളിന് വികാരിമാരായ ഫാദർ ഏലിയാസ് കിരിമുളയിൽ, ഫാദർ എൽദോ മഴുവഞ്ചേരി പറമ്പത്ത്, പഴയപള്ളി ട്രസ്റ്റി വറീദ് CV, കൈക്കാരൻ തമ്പി, KP സെക്രട്ടറി സൈമൺ CV എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. പുന്നയൂർക്കുളം രാമരാജ സ്കൂൾ വെർച്വൽ കലോത്സവം കലാഭവൻ സതീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TP ഉണ്ണി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഫിലിഷ് MA, PTA പ്രസിഡന്റ് സൂരജ് PR, രുദ്ര P രഞ്ജീവ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായാണ് കലോത്സവം നടത്തിയത്. വിവിധ സെക്ഷനുകളിലായി കുട്ടികളുടെ ഒട്ടനവധി കലാപരിപാടികളും നടന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയവർക്ക് തണലാവുകയാണ് വേലൂർ തണ്ടിലത്ത് പ്രവർത്തിക്കുന്ന സാന്ദീപനി സേവാസദനം. ആരോഗ്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ ആരുമില്ലാത്ത തളിയിൽ ഗോദശർമ്മൻ, കൂറ്റനാട് സ്വദേശി വാസുദേവൻ എന്നിവർക്കാണ് സാന്ദീപനി സേവാസദനം ആശ്രയമായത്. ഇവരുടെ പൂർണ്ണ ചുമതല സാന്ദീപനി ഏറ്റെടുത്തു. രാഷ്ട്രീയ സ്വയം സേവക് സംഘചാലകും സാന്ദീപനി സദനം പ്രസിഡന്റുമായ KN ഗോപി, വൈസ് പ്രസിഡന്റ് വിശ്വജൻ, സെക്രട്ടറി അനീഷ് മമ്പർബിൽ, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ വെള്ളാറ്റഞ്ഞൂർ, കമ്മിറ്റി അംഗം ധനേഷ് എന്നിവർ നേതൃത്വം നൽകി. നവമാധ്യമ കാഴ്ച. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നാണല്ലോ പഴമൊഴി. ഇതിനെ അർത്ഥവത്താക്കുന്ന ദൃശ്യമാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. ദൃശ്യം നൽകിയിരിക്കുന്നത് കോട്ടൂരിൽ നിന്നും വിഷ്ണു. ഇനി സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4830 രൂപ, വാങ്ങുന്ന വില 4820 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കാട്ടകമ്പാൽ അമ്പലനടയിൽ അച്യുതൻ നായരുടെ ഭാര്യ ചമ്മൂര് വളപ്പിൽ അമ്മിണിയമ്മ നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉണ്ണികൃഷ്ണൻ, വിലാസിനി, ഉഷ, ലത എന്നിവർ മക്കളാണ്. എയ്യാൽ കണ്ടിരുത്തി വീട്ടിൽ സൗദാമിനി ഭാസ്കരൻ നിര്യാതനായി. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിവിധ ഷോറൂമുകളിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി തൃത്താല ഊരത്തൊടയിൽ അബ്ദുള്ള ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ തട്ടിമാറ്റി ഇറങ്ങിയോടി. സ്റ്റേഷന് മുന്നിൽ കാത്തുകിടന്നിരുന്ന കാറിൽ പ്രതി രക്ഷപ്പെട്ടു. പിടിക്കാനെത്തിയ പോലീസുകാരനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമം. സംസ്ഥാനത്ത് 7201 പേർക്ക് കോവിഡ്, 7120 പേർക്ക് രോഗമുക്തി. തൃശൂർ ജില്ലയിൽ 864 പേർക്ക് കൂടി കോവിഡ്, 423 പേർ രോഗമുക്തരായി. ഗുരുവായൂരിൽ 27 പേർക്കും കണ്ടാണശ്ശേരിയിൽ 24 പേർക്കും രോഗം. ചാവക്കാട് മേഖലയിൽ പോലീസുകാരൻ ഉൾപ്പെടെ 15 പേർക്ക് കോവിഡ്. ബ്രഹ്മകുളത്ത് പശുവിനെ കുളിപ്പിക്കാനിറങ്ങവെ കുളത്തിൽ കുഴഞ്ഞു വീണ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. മരിച്ചത് ഗുരുവായൂർ ബ്രഹ്മകുളം സ്വദേശി 70 വയസ്സുള്ള അശോകൻ. പെലക്കാട്ടുപയ്യൂരിൽ വയോധികൻ കിണറ്റിൽ വീണ് മരിച്ചു. മരിച്ചത് സൂര്യഗ്രാമം വെള്ളറ താനിക്കൽ വീട്ടിൽ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.